ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ആലിയ ഭട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇവരൊരു കോൺട്രവേഴ്സി ക്യൂനാണ് എന്നുള്ളതാണ്. ഒരു 2 വർഷത്തിനു മുമ്പ് ആലിയ ഭട്ട് ഷാരൂഖ് ഖാൻ എന്നോട് പറഞ്ഞു ആലിയ ഭട്ടിനെ ആപ്കി അദാലത്തിലേക്ക് വിളിക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കൊച്ചുകുട്ടിയല്ലേ, അതൊരു പാവം പിടിച്ച കുട്ടിയല്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു അല്ലല്ല, ഹൈലി ടാലന്റഡ് ആണ്, അതൊരു ബോംബാണെന്ന്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അലിയുടെ മേൽ കോൺട്രവേഴ്സി ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ലല്ലോ, വലിയ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടെന്ന്. അവരെവിടെ പോവുകയാണെങ്കിലും വലിയ കോൺട്രവേഴ്സി പിന്നാലെ വരുമെന്നും പറഞ്ഞു. താങ്കളാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇല്ലില്ല, ഞാനെന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നേ? ഞാൻ അറിഞ്ഞിടത്തോളം വലിയ ആളുകൾ, വലിയ ഫിലിം സ്റ്റാർസ്, അവർക്കൊരു ക്യൂരിയോസിറ്റി കാണും, എല്ലാവരും അവരെക്കുറിച്ച് മാത്രം സംസാരിക്കാവൂ എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ ആലിയ ഭട്ട് വളരെ സ്മാർട്ടായി, വളരെ ബുദ്ധിപരമായി ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് വലിയ കഴിവൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലായിടത്തും ആലിയ ഭട്ടിനെ കുറിച്ചാണ് സംസാരം. അതൊരു സ്മാർട്ട് മൂവ് അല്ലേ? ഇല്ല, അത് ആക്ച്വലി എന്താന്ന് വെച്ചാ ഒരു കാലത്ത് ഞാൻ ഓരോ വട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് ജോക്കുകൾ വരാൻ തുടങ്ങി. അവൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ. സോ ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാ നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും അത്ര മോശമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, എന്നോട് ക്ഷമിക്കൂ എന്ന്. അതോടെ എല്ലാരും എന്നെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഒന്നിനും മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വെരി സിമ്പിൾ. രജനീകാന്തിനെ കുറിച്ചൊരു തമാശ പറയാൻ 50 വർഷം എടുത്തു. പക്ഷെ 5 വർഷത്തിനുള്ളിൽ ആലിയ ഭട്ട് വലിയൊരു കോൺട്രവേഴ്സി എടുത്തല്ലോ. ഇല്ല, ആരും മനഃപൂർവ്വം വട്ടത്തരം കാണിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. സംഭവിച്ച ശേഷമാ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് തന്നെ. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതും കൂടി ഞാൻ പറയുന്നു, ലിസൺ. ഈ ജോക്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറേയില്ല. അതുകൊണ്ട് തന്നെ എന്റെ പോപ്പുലാരിറ്റി വളരെയധികം വർദ്ധിച്ചു. അതാണ് സത്യം. സിംഗപ്പൂരിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. സെക്യൂരിറ്റി ചെക്കപ്പിന് പോയാൽ അവർ പറയും നിങ്ങളെ എനിക്കറിയാം. ഞാൻ പറയും പടം കാരണല്ലേ. ശരി. അല്ലല്ല, നിങ്ങളെക്കുറിച്ചുള്ള ജോക്സ് വായിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ജോക്സ് കാരണം സിംഗപ്പൂരിലുള്ളവരും എന്നെ അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാനല്ല ഇതൊന്നും ക്രിയേറ്റ് ചെയ്തേ. അതായത് മറ്റുള്ള ഫിലിം സ്റ്റാർസ് ഒക്കെ താങ്കളുടെ തമാശകൾ കേട്ട് ചിരിക്കുമ്പോ നിങ്ങൾ അവരുടെ ബാങ്ക് ബാലൻസും പോപ്പുലാരിറ്റിയും കണ്ടാണ് ചിരിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് ഓർത്ത് ചിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും ജോക്സ് സ്റ്റുപ്പിഡ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് ചിരിക്കാനും പോകുന്നില്ല. അതിനൊരിക്കലും ഞാനല്ല കാരണക്കാരി. നിങ്ങളുടെ ജോക്സ് നല്ലതല്ല. അപ്പൊ ഏത് ജോക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഒരു കാര്യം ഞാൻ വായിച്ചിരുന്നു. ഒരാൾ ചോദിക്കുന്നു ഒത്തൊരുമയിൽ ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന്. അതിന് താങ്കൾ ഏക്താ കപൂർ ശക്തി കപൂറിന്റെ മകളാണെന്ന് പറയുന്നു. അത് സത്യം തന്നെയല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്മാർട്ടാണ്. ഇല്ലില്ല, എന്റെ ഫേവറേറ്റ് ജോക്ക് ഉണ്ട്, അത് ഞാൻ പറയാം. ഇതാ കേട്ടോളൂ. ഞാനൊരു കടയിലേക്ക് പോകുന്നു. അവിടെ പോയി ചോദിക്കുന്നു ഇന്ത്യൻ ഫ്ലാഗ് ഒന്ന് കാണിക്കാമോ? അവർ എനിക്കൊന്ന് കൊണ്ടുവന്ന് തരും. അപ്പൊ ഞാൻ ചോദിക്കും ഇതിൽ വേറെ കളറുണ്ടോ? കണ്ടോ, ചിരി വരുന്നില്ല. ഒരാൾ പറയുന്നു സയന്റിസ്റ്റ് ആലിയ ഭട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ക്ലാസ്സിൽ കുഞ്ഞ് ആലിയ ഭട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത് ആലിയ ഭട്ടോ എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞ് പറയാണ് ആലിയ ഭട്ടെന്ന്. ഇതുപോലത്തെ പല തമാശകളും വന്നുകൊണ്ടാണ് അത് ശരിക്കും താങ്കൾക്ക് പ്രയോജനമായി തീർന്നത്. അതെ, ഉണ്ടായിരിക്കാം. അങ്ങനെയാണ്, പ്രശംസകൾ കൂടിക്കൊണ്ടേ പോയി. അതൊരു പക്ഷേ വേറെ കാരണം കൊണ്ടായിരിക്കാം. എന്തായാലും അതെനിക്ക് യൂസ്ഫുൾ ആയി തീർന്നില്ലേ. പിന്നെ താങ്കൾ സഫയിൽ ഒരു ആഘോഷത്തിന് വേണ്ടി പോയി. അവിടെ താങ്കൾ സൽമാൻ ഖാനോടൊപ്പം സ്റ്റേജിൽ ഡാൻസ് കളിച്ചു. അത് വലിയ കോൺട്രവേഴ്സിയായി മാറി. കാരണം ഒരു സൈഡിൽ പാവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പോയി ഡാൻസ് കളിച്ചു. അത് ശരിയാണോ? താങ്കളോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്റെ അച്ഛൻ ആ ഷോയ്ക്ക് പോയിരുന്നു. അദ്ദേഹമാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടി അന്ന് അവിടെ പോയിരുന്നത്. അന്നത്തെ ആ സിറ്റുവേഷൻ കാരണം അദ്ദേഹം ശരിക്കും സങ്കടപ്പെട്ടു. പക്ഷേ സൽമാൻ ഖാൻ താങ്കൾക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നത്. ആലിയ ആ സ്റ്റേജിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചു. നല്ല പെർഫോമറാണ്, ഒരു വെരി ഗുഡ് ഡാൻസറാണ്. അവരെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ വിഷയത്തെക്കുറിച്ച് അപ്പോഴാണ് ആ ഡിബേറ്റൊക്കെ നടക്കുന്നത് തന്നെ. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനു മുമ്പ് ഒരിക്കലും അല്ല, എനിക്കറിയില്ല. എന്ത് ആക്ഷൻ ആണെങ്കിലും അതിന് റെസ്പോൺസിബിലിറ്റിയും റിയാക്ഷനും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണമെന്ന്, പ്രത്യേകിച്ച് കൺട്രിയുടെ സിറ്റുവേഷൻ അനുസരിച്ച്. നിങ്ങൾ എവിടേക്കും പോവുകയാണെങ്കിൽ. സോ ആ സിറ്റുവേഷന് ശേഷം ഞാൻ വളരെ അവെയർ ആയിരുന്നു. അത്രയൊക്കെ തന്നെ. ഈ ഡഫർ ഇമേജ് താങ്കളുടെ പോപ്പുലാരിറ്റി കൂട്ടുകയാണ് ചെയ്തത്. ഈ ക്രൗഡഡ് മാർക്കറ്റിൽ ഒരു സ്മാർട്ട് എൻട്രി അല്ലേ കിട്ടിയത്?
അങ്ങനെയും പറയാം. ക്രൗഡഡ് മാർക്കറ്റിൽ സ്മാർട്ട് എൻട്രി കിട്ടിയെന്നും അല്ല, നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം. ഞാൻ എന്റെ ഇമേജ് ഉണ്ടാക്കിയെടുത്തൊന്നും അത് ഈ സ്മാർട്ട് പീപ്പിളിന്റെ ഉള്ളിൽ ശരിയാവില്ല. ഞാൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും. അങ്ങനെയും പറയാലോ. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ആലിയ ഭട്ട് എന്നുള്ള ഒരു വലിയ ബ്രാൻഡായിട്ട് മാറി. എല്ലാവരെയും കൺട്രോളിൽ വെച്ചിരിക്കുന്നു, ധാരാളം പണം സംഭവിച്ചു, എല്ലാവരെയും വിഡ്ഢികളാക്കി വലിയ ആളാകുകയും ചെയ്തു. അത് ആലിയയ്ക്ക് ശരിക്കും യൂസ്ഫുൾ അല്ലേ? അതാർക്ക്? ഇമേജ് ക്രിയേറ്റ് ആയിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം കോൺട്രവേഴ്സി ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇമേജ് ക്രിയേറ്റ് ആകുന്നതല്ല, നമ്മുടെ ഇമേജ് ഓഡിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പടങ്ങൾ ചൂസ് ചെയ്ത് അവർ അതെല്ലാം തിയേറ്ററിൽ പോയി കാണുന്നു. അത് താല്പര്യത്തോടെ ആവാം, അല്ലാതെയാവാം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ റിയൽ ഇമേജ് എന്താണോ അത് തന്നെയേ നിലനിൽക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും അത് വളരെ ഫേക്കായി തീരും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇമേജ് ഉണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ അഭിനയിക്കാറുള്ളത്, പ്രത്യേകിച്ച് ഫിലിം ക്യാമറയുടെ മുന്നിൽ. ഓഫ് ക്യാമറയായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാനായി തന്നെ നിൽക്കാറുണ്ട്. അതെന്റെ ഇമേജ് മാറ്റിയാൽ എപ്പോഴും അത് നല്ല കാര്യമാണ്. ഓക്കെ, ജനങ്ങൾ താങ്കൾക്കൊരു ഇമേജ് നൽകിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ എന്ന് നോക്കാം. ആലിയ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. യു ഹാവ് എ വെരി സോഫ്റ്റ് ആൻഡ് വൾണറബിൾ ചൈൽഡ് ലൈക്ക് എ ഫേസ്. ബട്ട് ടു ബി ഡൂയിങ് എ ഫിലിം ലൈക്ക് റാസി, അത് വളരെ ഇന്റൻസ് ആയൊരു മൂവിയാണ്. സോ വാട്ട് മേഡ് യു പ്രിപ്പയർ ഫോർ ദ റോൾ? അതായത് ഇത്രയും ഇന്റൻസ് ആയ റോൾ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്ക്? ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അല്ലാതെ ഒരിക്കലും മുഖത്തിൽ നിന്നല്ല. സത്യത്തിൽ സംഭവിച്ചത് മേഘന മേഡത്തിന് തോന്നിയത് ഈ റോളിന് ഞാൻ ഫിറ്റായിരിക്കുന്ന, ഒരുപക്ഷെ എന്റെ സൗമ്യമായ മുഖം കൊണ്ടും കുട്ടിത്തരം കൊണ്ടും ആയിരിക്കാം. സത്യത്തിൽ ആ ഗേൾ അത്രയും നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയായിരുന്നു, എന്നിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അതായിരുന്നു സത്യത്തിൽ ആ ഫിലിമിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ഇതുപോലെയല്ല. ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നാണ് ഫീൽ വരേണ്ടത്. ആ സിറ്റുവേഷനിൽ എന്താണോ ഫീൽ വരേണ്ടത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തീർച്ചയായും വരണം. സോ പ്രിപ്പറേഷന് വേണ്ടി ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ അന്നാ ദിവസം ക്യാമറയുടെ മുന്നിൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു വന്നാലും ഫീലിംഗ് ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും തന്നെ ചെയ്യാനാവില്ല. വാട്ട് ആൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ എ പേഴ്സൺ വിച്ച് ഇംപ്രസസ് യു? ഞാൻ വിചാരിക്കുന്നത് എക്സാക്ട്ലി ദ എബിലിറ്റി ടു ബി റിയൽ. പക്ഷേ ചിലർക്ക് മാത്രമേ അവർക്ക് അവരുടെ കഴിവിനെ എക്സ്പോസ് ചെയ്യാൻ, അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള ഏതൊരു ഫീലാണെങ്കിലും സെൻസിറ്റീവ് സൈഡാണെങ്കിലും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയോ, എല്ലാരെയും ഉദ്ദേശിച്ചല്ല. പക്ഷേ ചില ആളുകളൊക്കെ എപ്പോഴും ഓവർ കോൺഫിഡന്റ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഓവർ കോൺഫിഡന്റ് ആവാൻ. എനിക്ക് ആളുകളിലുള്ള സൗമ്യതയാണ് ഏറെ ഇഷ്ടം. അതാണ് സത്യവും. റിയൽ, നോർമൽ, ഹാപ്പി, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ സാഡ് പീപ്പിൾസ്. താങ്ക് യു മാം, താങ്ക് യു. ആലിയ, ഓഡിയൻസ് താങ്കളോട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കിയാണെങ്കിൽ താങ്കൾ കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്ന് ആരും വിശ്വസിക്കില്ല. അങ്ങനെ വിചാരിക്കില്ലേ? എനിക്കൊരു വ്യക്തി ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അതും സോഷ്യൽ മീഡിയയിൽ. ആലിയ ഭട്ടിനോട് ഈ ചോദ്യം ചോദിക്കുക, അവർക്കാരാണ് ആലു എന്നുള്ള പേര് വെച്ചതെന്ന്. ഞാൻ ചെറുപ്പത്തിൽ ശരിക്കും ആലു ആയിരുന്നു. ശരിക്കും ആലു. കൊഴുത്ത് തടിച്ച് ശരിക്കും ആൺകുട്ടിയെ പോലെയായിരുന്നു. എല്ലാരും ആൺകുട്ടിയാണെന്നാ വിചാരിച്ചേ. എന്റെ അമ്മി തലയിൽ ബോ വെക്കുമായിരുന്നു. എന്നിട്ട് ചില സമയത്ത് അവർക്ക് നന്നായി ദേഷ്യം വരും. അയ്യോ, എന്തൊരു ക്യൂട്ട് ചെക്കന എന്ന് പറയും ഗേൾ ആണെന്ന്. അങ്ങനെ ആലു എന്നത് ആലിയായി മാറി. ശരിക്കും ആലു എന്ന് പറഞ്ഞാൽ കൊഴുത്ത് തടിച്ച് റൗണ്ട് ആയിട്ടല്ലേ. മാത്രല്ല ആലു എന്ന് പറയുന്നത് എന്റെ ഫേവററ്റ് ഡിഷുമാണ്, ആലു ഫ്രൈ. ഇപ്പോഴും ആലു ഫ്രൈ കഴിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ ബർത്ത്ഡേക്ക് കഴിക്കാറുണ്ട്. അച്ഛന്റെ അമ്മയുടെ റെസിപ്പിയാണത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആലു കഴിക്കാറുണ്ട്. അത് നല്ലതല്ലേ? അതെ, അത് ആരോഗ്യത്തിന് നല്ലതാ. പക്ഷെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ ആലുവിൽ നിന്ന് ആലിയയിലേക്ക് എങ്ങനെ മാറിയെന്നാണ്. അതിനൊരുപാട് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വന്നു. സത്യത്തിൽ ഞാൻ ഒരുപാട് കഴിക്കുന്ന വ്യക്തി തന്നെയാണ്. ഞാൻ ശരിക്കും ഒരു ട്രൂ ഇന്ത്യൻ. ഈ സാലഡ് ഒന്നും എനിക്കത്ര ഇഷ്ടേയല്ല. എനിക്ക് ചോറും പരിപ്പും പച്ചക്കറിയൊക്കെയാ ഇഷ്ടം. റൊട്ടിക്ക് പകരം ഞാൻ റാഗി റൊട്ടി കഴിക്കാറുണ്ട്. ചോളം റൊട്ടി, അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഷുഗർ ഒരിക്കലും ടച്ച് ചെയ്യാറില്ല. ഷുഗർ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡെസേർട്ട്, ഹൽവയൊക്കെ കഴിക്കാറുണ്ട്. എവറിത്തിങ് ഇൻ മോഡറേഷൻ ഈസ് ഗുഡ്. ഞാൻ ഒരുപാട് വർക്കൗട്ടും ചെയ്യാറുണ്ട്.